ملائكة الله وعلماء الله وشهداء الله وأولياء الله أينما كانوا من مشارق الأرض إلى مغاربها صغيرا وكبيرا وكرما وأنثى كلهم أجمعين اللهم زد لهم تشريفا وتكريما ومدنا بمددهم وانصرنا بنصرتهم واحمنا بحمايتهم وافض علينا وعلى والدنا واساتذتنا وإخواننا وأخواتنا وأزواجنا وذرياتنا وعلى من يقول آمين من فيوضات وبركات من بارك في الدين والدنيا والآخرة اللهم اجعلنا وإياهم في حفظ مكانة وحماية وتربيتهم وإلى حضرات أرواح من ماتوا منا وإلى حضرات أرواح من دفنوا حول مسجدنا اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا ولا قبورهم حفرة من حفر النيران اللهم بحقوق هؤلاء الشرفاء الكرماء المذكورين بارك لنا في جميع أمورنا لا سيما في أمرنا هذا بركة. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വർഷം കൊന്നാരം അമ്പഉലുലു മദ്രസ വിദ്യാർത്ഥികൾ സംഗമിച്ച ഉസ്താദുമാർ, രക്ഷിതാക്കൾ, നാട്ടുകാർ എല്ലാവരും സംയുക്തമായിട്ട് സംഗമിച്ച നബിദിന ഘോഷയാത്രയുടെ ഭാഗമായി അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത്. നല്ല നല്ല മനോഹരമായ അടിപൊളി വർണ്ണാഭമായ കാഴ്ചകളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കടിച്ച് കൂടെ കൂടുക. നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. കൊടുക്കും അത് വേറെ എടുത്തില്ല. അപ്പോൾ നമ്മുടെ നാടിന്റെ കാര്യദർശി, നമ്മുടെ കൊന്നാരത്തിന്റെ മഹല്ല് നബിദിന റാലിയാണ്, ഘോഷയാത്രയാണ് ഈ പിന്നിട്ട വഴിത്താരെ ധന്യമാക്കി കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ നാടിന്റെ കാരണവർ മോഹനേട്ടൻ ഇവിടെ സജീവമായിട്ടുണ്ട്. മോഹനേട്ടൻ എന്താ പറയാനുള്ളത്? എല്ലാവിധ ആശംസകളും. ഓക്കെ. അപ്പൊ താങ്ക് യു വെരി മച്ച്. In the morning, ശ്രദ്ധിക്കുക, ദഫിന്റെ വലിയ കുട്ടികൾ എത്രയും പെട്ടെന്ന് ഇറങ്ങേണ്ടതാണ്. സഹോദരിമാർക്ക് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. മറ്റുള്ളവരെ, പുരുഷന്മാരവിടെ കൂടി നിൽക്കുന്നത് ഒഴിവാക്കുക. കുട്ടികളുടെ കളി കാണാൻ മറ്റുള്ളവർക്ക്, നിങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടുന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറിടങ്ങളിലേക്ക് അതിൻ്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഘോഷയാത്ര അണിനിരക്കുന്ന ആളുകൾ എല്ലാവരെയും അല്ലാഹു മുത്തുനബിൻ്റെ വറക്കത്തുകൊണ്ട് അവരെയും സകല ആപത്തുകൾ, മുസീബത്തുകൾ, അപകടങ്ങൾ, രോഗങ്ങൾ, എല്ലാ മുസീബത്തിനെ തൊട്ടും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. കൂലോ തക്ബീർ. ചന്നിലായിരിക്കും ഈ വണ്ടി ഉണ്ടാകുക. നമ്മുടെ വളണ്ടിയർ ബാഡ്ജ് ഇട്ട ആളുകൾ ദയവ് ഇത് വണ്ടിക്ക് ബ്ലോക്ക് ഉണ്ടാകാതെ, നമ്മളെ കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ ആ ബാഡ്ജ് ഇട്ട ആളുകൾ ഒന്ന് സഹായിക്കണം, സഹകരിക്കണം എന്നറിയിക്കുക.
അപ്പോൾ പ്രേക്ഷകരെ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകുന്ന ഒരു നല്ല മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും ഈ വീഡിയോ കാണുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി സന്തോഷിക്കുന്ന ഒരു ക്യാമറയിൽ പെടുന്ന ചിരിക്കുന്ന ഒരു സന്തോഷം നിറഞ്ഞ കാഴ്ച നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ നമ്മുടെ നാടിൻ്റെ ഒരു ഒത്തൊരുമയാണ് കേട്ടോ ഈ റബീഉൽ അവ്വൽ പോലത്തെ ദിവസങ്ങൾ. അപ്പോൾ ഒരുപാട് നമ്മളെ നാടിൻ്റെ ആ ഒരു കാഴ്ചയാണ് മനോഹരമായ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ആഘോഷങ്ങളിൽ പെട്ടതാണ് ഒന്ന് റബീഉൽ അവ്വൽ, പെരുന്നാൾ പോലത്തെ ദിവസങ്ങൾ കേട്ടോ. അന്ന് എല്ലാവരെയും അന്നത്തെ ദിവസം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അന്നത്തെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ നാട്ടുകാർ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസത്തിൽപ്പെട്ട ദിവസമാണ് ഇതുപോലത്തെ റബീഉൽ അവ്വൽ. അപ്പോൾ ആളുകളൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി തക്ബീർ ചൊല്ലിക്കൊണ്ട് തഹ്ലീൽ ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികൾ കവറൊക്കെ തൂക്കി ബിസ്ക്കറ്റുകളും മിഠായികളൊക്കെ അതിലിട്ട് അത് നിറച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അത് ഓരി വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു നൊസ്റ്റാൾജി ഫീലിങ്ങിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോയത്. നമ്മളുടെ കുട്ടിക്കാലത്തും അതുപോലെ കവറൊക്കെ പിടിച്ച് അതൊക്കെ നിറച്ച് വളരെയധികം വീട്ടിൽ പോയിട്ട് എല്ലാവർക്കും ഓഹരി വെച്ച് അത് കഴിക്കുമ്പോൾ അത് വളരെയധികം സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയൂല കേട്ടോ. അത് എല്ലാവരും നമ്മളൊക്കെ അത് അനുഭവിച്ചവരായിരിക്കും റബീഉൽ അവ്വലിന് കിട്ടുന്നത് എന്നതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്നും പറയാനുള്ളത്. അങ്ങനെ നമ്മളുടെ നാട്ടുകാരിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. തക്ബീർ ചൊല്ലിക്കൊണ്ട് തഹ്ലീൽ ചൊല്ലിക്കൊണ്ട് മക്കളെ പിടിച്ച് കൊടി ഉയർത്തിക്കൊണ്ട് കൊടി പറത്തിക്കൊണ്ട് ചെറിയ കുട്ടികളൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടി നമ്മളെ നാട്ടുകാരും കാരണവന്മാരും കടന്നു വരുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഒരേ ഫ്രെയിമിൽ കിട്ടുന്ന ഒരു മനോഹര കാഴ്ചയാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് കൂടി കടന്നു വരുന്ന ആ ഒരു റബീഉൽ അവ്വലിൻ്റെ ആ ഒരു റാലിയുടെ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ സമർപ്പിക്കുന്നത്. അപ്പോൾ മുത്തറസൂല് പറഞ്ഞതുപോലെ അക്രിം ജാറക വലൗകാന കാഫിറ, നിൻ്റെ അയൽവാസി സഹോദര മതസ്ഥനാണെങ്കിലും അവനെ നീ ബഹുമാനിക്കണം, അവനെ നീ ആദരിക്കണം. എല്ലാവരെയും ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രൂപത്തിൽ ജീവിക്കണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടണം, അവർക്ക് വേണ്ടി നമ്മൾ അവരെ വേദനയിൽ നമ്മൾ പങ്കെടുക്കണം എന്നൊക്കെ മുത്തറസൂലിൻ്റെ വാചകമുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കാറ്റിലൂടെ പറത്തിവിടുന്ന ഒരു ലോകമായിട്ട് നമ്മൾ മാറാൻ കഴിയില്ല. അവ ഈ റബീഇൻ്റെ സന്ദേശം എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത സ്വീകരണ സ്ഥലത്തേക്കാണ് എൻ്റെ നാട്ടുകാർ വന്നിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ആളുകൾ ഇങ്ങനെ ആ ഒരു ദഫ് കാണാൻ വേണ്ടിയിട്ട്, എല്ലാ നാട്ടിലും ഉള്ളതുപോലെ തന്നെ എൻ്റെ നാട്ടിലും കുട്ടികളുടെ ദഫ് കാണാൻ വേണ്ടിയിട്ട് തിങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഉമ്മമാർ, സഹോദരന്മാർ, അവിടെ ചെറിയ കുട്ടികളുടെ ദഫ് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകൾ ഉമ്മമാർ അത് സന്തോഷത്തോടു കൂടി വീക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരുപാട് കാരണവന്മാർ വാഹനങ്ങൾ പോകാനും വരാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു സന്തോഷം നിറഞ്ഞ കാഴ്ചയാണ് കേട്ടോ. നബിദിനൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ വാഹനങ്ങൾക്ക് പോകാനും വരാനും സൗകര്യങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സ്നേഹത്തോടുകൂടി അവർക്ക് വിശാലത ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ നബിദിനം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ വാഹനങ്ങൾ പോകുന്നുണ്ട്, വരുന്നുണ്ട്, അവർക്ക് ബ്ലോക്ക് ചെയ്യാതെ അവരെ സന്തോഷത്തോടു കൂടി വിടുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ചെറിയ കുട്ടികൾ സന്തോഷത്തോടുകൂടി ഉപ്പമാർ, സഹോദരന്മാർ, ചെറിയ മക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സന്തോഷത്തിൻ്റെ കാഴ്ചയാണ് എൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ടീമിൻ്റെ ദഫ് ഇപ്പോൾ അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകൾ ഇനിയും വരുന്നുണ്ട് സഹോദരന്മാരെ. അപ്പോൾ ഇതാ ചെറിയ കുട്ടികളിപ്പോൾ വളരെയധികം ആകാംക്ഷയോടുകൂടി കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്തോഷം നിറഞ്ഞ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തൊക്കെ ഒരുപാട് ആളുകൾ, ഉമ്മമാർ തിങ്ങി നിൽക്കുന്ന ആ ഒരു ദഫ് കാണാൻ വേണ്ടി, ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി, ആ ഒരു ഒരുമിച്ച് കൂടൽ കാണാൻ വേണ്ടി അവിടെ ആളുകളൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചുട്ടുപഴുത്ത
വെയിൽ അതൊന്നും വകവെക്കാതെ ആ ഒരു റബീഇൻ്റെ ആ ഒരു സ്നേഹത്തിൽ എടുക്കുന്ന എൻ്റെ നാട്ടുകാരുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചുട്ടുപഴുത്ത വെയിലത്തും തൻ്റെ മക്കളെ ഒക്കത്ത് വെച്ചിട്ട് ഉമ്മമാർ, സഹോദരിമാർ ആ ഒരു പിഞ്ചോമനകളുടെ ദഫ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫിന് മുമ്പ് ചെറിയ കുട്ടികളുടെ ഫ്ലവർ ഷോ ആണ്. ആ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി കുട്ടികൾ അണിനിരക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫിന്റെ മുമ്പായിക്കൊണ്ട് ചെറിയ കുട്ടികളുടെ ഫ്ലവർ ഷോ അരങ്ങേറുന്നു. ഓരോ നാടിനും പ്രധാന സ്ഥലം ഉണ്ടാകും എന്നതുപോലെ എൻ്റെ നാടിൻ്റെ പ്രധാനപ്പെട്ട മധ്യഭാഗം ആ ഒരു സ്ഥലത്തേക്കാണ് സ്വീകരണം എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആളുകൾ തിങ്ങി നിൽക്കുന്നുണ്ട്. അവിടുത്തെ ആളുകൾ, അവിടുത്തെ ഉമ്മമാർ ആ ഒരു ദഫ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ആ ചുട്ടുപഴുത്ത വെയിൽ വകവെക്കാതെ മക്കളെ പിടിച്ചിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ മക്കളും കാരണവന്മാരും അതുപോലെ മറ്റു ഉമ്മമാർ, സഹോദരന്മാരൊക്കെ വളരെയധികം ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ നിരയായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിൽ വാഹനങ്ങൾക്ക് പോകാനുള്ള മനോഹരമായ സൗകര്യമൊരുക്കി കൊടുത്ത എൻ്റെ നാട്ടുകാർ. സ്വീകരണം നൽകിയ ഈ നാട്ടിലുള്ള നല്ലവരായ നാട്ടുകാർക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും നടക്കുന്ന വിദ്യാർത്ഥികളുടെ പരിപാടികളിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്നും സ്നേഹത്തോടെ അറിയിക്കുന്നു. എൻ്റെ നാടിൻ്റെ അവസാനത്തെ സ്വീകരണ സ്ഥലത്താണ് ഇപ്പോൾ റാലി വന്നെത്തിയിട്ടുള്ളത്. അവിടെയും സാധാരണ പറയുന്നത് പോലെ തന്നെ ആളുകളൊക്കെ സംഗമിച്ചിട്ടുണ്ട്. പലരും ക്ഷീണിതനാണ് കേട്ടോ. കാരണം ഒരുപാട് നടന്ന് ക്ഷീണിച്ച്, ഈ ചൂടൊന്നും വകവെക്കാതെ മക്കൾ നടന്ന് ക്ഷീണിച്ച് വന്നെത്തിയ സ്ഥലമാണ് കേട്ടോ. അവിടെ ചെറിയ കുട്ടികളുടെ ഫ്ലവർ ഷോ ആണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാരണവന്മാർ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി, ഉമ്മമാർക്ക് കാണാൻ വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് പ്രേക്ഷകരെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പാട്ടോടുകൂടിയുള്ള ദഫൊന്നും ഇതിൽ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. കാരണം യൂട്യൂബിന് ചില പരിമിതികൾ ഉള്ളതിനാൽ അതൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. നല്ല നല്ല മനോഹരമായ വീഡിയോകളും കാഴ്ചകളുമായിട്ട് ഇനിയും നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.